ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇത് നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ്, പാർട്ട് 4 ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്നത് എങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത INR കൊണ്ട് എങ്ങനെ നമ്മൾ സണ്ണി കോയിൻ മേടിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ സണ്ണി കോയിൻ എത്ര പ്രത്യേകത? കാരണം എന്ന് വെച്ചാൽ അവരുടെ മൂന്നാം Btrl എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ടീമിൻ്റെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ഈ സണ്ണി കോയിൻ. 2018 ലോഞ്ച് ആയിട്ടുള്ള ഈ Btrl എക്സ്ചേഞ്ചാണ് ഇപ്പോൾ ഏകദേശം മൂന്നാമത്തെ പ്രൊജക്റ്റ് അവർ ഇറക്കി. ഓക്കെ, സോ പിന്നെ നമ്മൾ പറയാനുള്ളത് വെച്ചാൽ ഈ സണ്ണി കോയിൻ ഇറങ്ങിയിട്ട് വെറും 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ അത്യാവശ്യം നല്ലൊരു കോയിൻസ് അവർ ട്രേഡിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. സോ മാത്രമല്ല, ഇപ്പോൾ അവരുടെ ഫസ്റ്റ് 2 പ്രൊജക്റ്റിൻ്റെ പേര് ഒന്ന് ഗരുഡ കോയിൻ, അതുപോലെ തന്നെ ഒന്ന് Btrl എന്ന് പറയുന്ന ഈ 2 കോയിനാണ്. അപ്പോൾ നമുക്കിതിൽ കാണാൻ പറ്റും അവിടെ എക്സ്ചേഞ്ചിലുണ്ട് ഗരുഡ കോയിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഗരുഡ കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1200 അടുത്താണ് ഇപ്പോൾ അതിന് വരുന്നത്. Btrlൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 224 225 ആ പ്രൈസ് വേരിയേഷനിലെ റേഞ്ചിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണിപ്പോൾ. സോ നമ്മളിതിൽ മേടിക്കാൻ പോകുന്നത് സണ്ണി കോയിനാണ്. വെറും 100 രൂപയ്ക്ക് നമുക്ക് ഏകദേശം 93 ലാക്സ് കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് കിട്ടും. സോ അപ്പോൾ നിങ്ങൾ INR ഡെപ്പോസിറ്റ് ചെയ്ത് ഏകദേശം 12 മണിക്കൂറിന് വെയിറ്റ് ചെയ്തിട്ട് 24 മണിക്കൂർ അവർ പറയുന്നുണ്ട്, ഒരു 12 അല്ലെങ്കിൽ 13 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇന്ത്യൻ റുപ്പീൻ്റെ അവിടെ നിങ്ങൾ 100 എന്ന് കാണിക്കും. ടോട്ടൽ ബാലൻസിലവിടെ 100 എന്ന് കാണിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഡെപ്പോസ് ചെയ്തിട്ടില്ല, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പാർട്ട് 1 വീഡിയോൻ്റെ മുമ്പേ ഒരു 20 മിനിറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ബൈ ചെയ്യേണ്ടതിൻ്റെ എല്ലാ കാര്യവും, ഡെപ്പോസിറ്റ് ചെയ്ത എല്ലാ കാര്യവും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ 100 റുപ്പീസ് അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ നേരെ പോകേണ്ടത്, നമ്മൾ സണ്ണി കോയിൻ മേടിക്കാൻ പോകേണ്ടത് ഇവിടെ കണ്ടോ, എക്സ്ചേഞ്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. കോൺടാക്റ്റസ് എന്നതിൻ്റെ തൊട്ട് എക്സ്ചേഞ്ച് എന്നുള്ള ഓപ്ഷനും കാണും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഏകദേശം 2 സെക്കൻഡ് 3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ആ ഓപ്ഷൻ്റെ ഇൻ്റർഫേസ് വരും. സോ കറക്റ്റ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയിട്ട് കറക്റ്റ് എല്ലാ മാർക്കറ്റിൻ്റെ എല്ലാ രീതികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീൻസ് അവരുടെ ഗ്രാഫ്, എല്ലാ ടൈപ്പ് ഗ്രാഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിതിൽ എന്ത് ചെയ്യാം, നമ്മൾ സണ്ണി കോയിനാണ് മേടിക്കുന്നത്. ഇവനുണ്ടോ, നമുക്ക് ഇത് വേണമെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് ഇതിൽ എന്ത് ചെയ്യാം, നമുക്ക് സണ്ണി കോയിൻ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഫേവറേറ്റ് ആയിട്ട് സണ്ണി കോയിൻ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സണ്ണി കോയിൻ ഉണ്ടാവും. അപ്പോൾ തൊട്ട് മുകളിൽ കണ്ടോ അവിടെ ഗരുഡ കോയിൻ, അതിന് തൊട്ട് മുകളിലുണ്ടാവും Btrl. 2 കോയിൻ ഉണ്ടാവും, 3 കോയിൻ അടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ Btrl ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ Btrl ക്ലിക്ക് ചെയ്യണം, എന്നാലേ സണ്ണി കോയിൻ ക്ലിക്ക് ചെയ്യണം. സണ്ണി കോയിൻ ക്ലിക്ക് ചെയ്താലേ സണ്ണി കോയിൻ്റെ മാർക്കറ്റ് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ സണ്ണി കോയിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ വന്നു. ഇപ്പോൾ ഒരു സണ്ണി കോയിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ് അറിയോ, 0.401095 ആണ് ഇപ്പോഴത്തെ പ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ സെല്ല് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കണമെന്നതാണ് അല്ലേ. നമ്മുടെ മാർക്കറ്റിന് തൊട്ട് താഴെ ഉണ്ടാവും ബൈ ഓർഡർ, സെൽ ഓർഡർ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽ ഓർഡർ ഇട്ട ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ആളെ നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റത്തെ ആളെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ആളുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 0.401095 ആണ്. തൊട്ട് താഴെയുള്ള ആളുടെ പ്രൈസ് 401096 ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസുള്ള ഒരാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അത്യാവശ്യം നല്ല കുറച്ച് അധികം കോയിൻസ് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1096 ആയാലും ഒരു 200-300 കോയിൻസിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും എന്തിൽ, ആ ഒരു പ്രൈസ് വേരിയേഷൻ കാരണം നമുക്കൊരു 200-300 കോയിൻസിൻ്റെ ഡിഫറൻസ് ആ 0.1 ഉണ്ടാവും. സോ അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇയാൾ എത്ര എമൗണ്ടിന് ഇട്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. അയാളിപ്പോൾ ഏകദേശം 5202 രൂപയ്ക്കാണ് അയാൾ സെൽ ഓർഡർ ഇട്ട് വെച്ചിട്ടുള്ളത്. അയാളുടെ പ്രൈസ് എന്ന് പറയുന്നത് 0.401095 ആണ്. അപ്പോൾ ഞാൻ 100 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ഇയാളുടെ ഈ പ്രൈസ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഒരു പ്രൈസ് നമ്മുടെ ഈ ബൈ സണ്ണി എന്നുള്ള അവിടെ വരും. ഓക്കെ, അയാളുടെ പ്രൈസ് 0.00001095 വന്നു. അപ്പോൾ ഇനി നമുക്ക് ആ പ്രൈസ് വന്നാൽ മതി. ബാക്കി ഇവിടെ INRൻ്റെ അവിടെ നമ്മൾ മാറ്റി കൊടുക്കണം. എന്താണ് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്, നമ്മുടെ എമൗണ്ട് 5000ൻ്റെ ചോടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 100 രൂപയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുക, 100 എന്ന് ടൈപ്പ് ചെയ്യുക. 100 രൂപയ്ക്ക് ഏകദേശം 91 അല്ലേ, 91 ലാക്സ് കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഇവിടെ ബൈ സണ്ണി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ്സുകൾ ഉള്ളിൽ
നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അത് എവിടെ കാണാം? നമ്മുടെ ഏറ്റവും ടോപ്പിൽ ബാലൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ? സണ്ണി പിന്നെ ഉള്ള എമൗണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ ഇത്തിരി സണ്ണി കോയിന് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എല്ലാ ഓപ്ഷനും ഇനി പറയാൻ പോകുന്ന കാര്യമാണ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഉണ്ടോ റെഫർ ആൻഡ് എയൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ടോ? റെഫർ ആൻഡ് എയൺ. ഓക്കെ, ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഏകദേശം 9 ലെവൽ ഓഫ് ഇൻകമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്നതാണ്. ചിലപ്പോൾ ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അവർ നല്ലൊരു ഏർണിങ്സ് അവർക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, എന്ന് പറയുന്ന ഒരാളെ ഡയറക്റ്റ് റെഫർ ചെയ്തു. അപ്പോൾ എനിക്ക് അയാൾ KYC ചെയ്ത് രജിസ്റ്റർ ചെയ്ത് KYC ചെയ്ത് അയാൾ INR ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് 45 രൂപയാണ്. എനിക്കൊന്നെങ്കിൽ ആ 45 രൂപ എന്ത് ചെയ്യാം, അതിലൂടെ കോയിൻസ് മേടിക്കാം. വിഡ്രോ പറ്റില്ല. വിഡ്രോ എന്നുണ്ടെങ്കിൽ മിനിമം വിഡ്രോ ഏകദേശം 500 രൂപയാണ് ഇതിൽ മിനിമം വിഡ്രോ. സോ 45 രൂപ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു 45 രൂപയ്ക്ക് എനിക്ക് കോയിൻസ് മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ 45 രൂപ എനിക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. പല ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ആളെ ഞാൻ ഇത് ഇൻവൈറ്റ് ചെയ്തു. സെക്കൻഡ് എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന ആളെ ഇൻവൈറ്റ് ചെയ്തു. അത് 2ാമത്തെ ലെവലാണ്. അപ്പോൾ അപ്പോഴും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം കിട്ടുന്നുണ്ട്. എനിക്ക് 40 രൂപ കിട്ടും. അങ്ങനെ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു, എന്ന് പറയുന്ന ഒരാളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോഴും എനിക്ക് ഇൻകം കിട്ടും. എത്ര? 35 രൂപ. അങ്ങനെ എന്ത് ചെയ്യാണ്, എന്ന് പറയുന്ന ആൾ നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോഴും എനിക്ക് ഇൻകം കിട്ടും 30 രൂപ. എന്ന് പറയുന്ന ആൾ എന്ന് റെഫർ ചെയ്തു. അപ്പോഴും എനിക്ക് കിട്ടും 25 രൂപ. ഓക്കെ, അങ്ങനെ 9 ലെവൽ ഓഫ് ഇൻകം എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടും. ഓക്കെ, 9ാമത്തെ ആൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വന്നാലും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ എനിക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും നല്ല രസകരമായിട്ടുള്ള അടിപൊളി ഏർണിംഗ് ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ Btrl എക്സ്ചേഞ്ച്. സണ്ണി കോയിൻ എന്ന് പറയുന്ന കോയിനും അതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ചും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കാണും സ്റ്റാക്കിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഒരു കോയിന് 9%. ഓക്കെ, ആനുവലി 9% വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊരു 1000, അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എത്രയാണ്, നമ്മളിപ്പോൾ 1,00,000 സണ്ണി കോയിന് നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ സ്റ്റേക്ക് ചെയ്യണം. 1,00,000 സണ്ണി കോയിന് നമ്മൾ 1,00,000 സണ്ണി കോയിൻ നമ്മൾ ഒരു വർഷത്തേക്ക് സ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 9,000 കോയിൻസാണ്. നേരെ മറിച്ച് ഇവിടെ 1,00,000 അല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ എത്രയാണ്, 91 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ 91 ലക്ഷത്തിൻ്റെ 9% പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഓഫ് കോയിൻസ് ആയല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ INR ഡെപ്പോസിറ്റ് INR സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. INR സ്റ്റേക്ക് ചെയ്യുമ്പോൾ എത്ര, 18% ആനുവലി കിട്ടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ INR ഇപ്പോൾ ഒരു 1000 രൂപ നമ്മളിതിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 18 ഇൻട്രസ്റ്റ്. ഓക്കെ, 18 നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ നമുക്ക് കിട്ടുന്ന സ്റ്റേക്കിംഗ് എമൗണ്ട്, സ്റ്റേക്കിംഗ് റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, 1000 രൂപ നമ്മൾ സ്റ്റേക്ക് ചെയ്യാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 150 രൂപ എക്സ്ട്രാ നമുക്ക് ഇതിലൂടെ കിട്ടും. ഓക്കെ, ഇതാണ് സ്റ്റേക്കിങ്ങിൻ്റെ മെത്തേഡ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഇൻകം പ്ലാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കണ്ട് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ റെഫർ ചെയ്യുക. നിങ്ങൾ റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, 100 രൂപക്കെങ്കിലും നിങ്ങൾ ഈ കോയിൻസ് മേടിച്ചിടാം. ഓക്കെ, ദിസ് ഈസ് ക്രിപ്റ്റോ മജീഷ്യൻ. വീഡിയോ അത്രയും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഗ്രൂപ്പ് അഡ്മിൻസിന് നിങ്ങൾ കോൾ ചെയ്യുക. 3 അഡ്മിൻസ് ഇപ്പോൾ നിലവിലുണ്ട്. ആ 3 അഡ്മിൻസിൽ ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ കോൾ ചെയ്യുക. ഒരാൾക്ക് കിട്ടില്ലെങ്കിൽ അടുത്തൊരാൾക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക. വിളിച്ചിടുങ്ങാണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, ദിസ് ഇസ് ക്രിപ്റ്റോ മജീഷ്യൻ. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സോ ബൈ.